നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ടേ. ദാ ഈ പരസ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു 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 ഭയങ്കര സംഭവം കാണാനാണ് പോകുന്നത്. ആ പുറകിലൊരു തുമ്പിയെ പോലെ, ചുവന്ന തുമ്പിയെ പോലെ വരുന്നത് കണ്ടോ, അത് ലാക്കൊച്ചാണ്. ഇന്ന് ലാക്കൊച്ചും ഞാനും രണ്ടായിട്ടാണ് പോകുന്നത് ഗെയ്സ്. അത് ട്രിവാൻഡ്രം സിറ്റിയുടെ ഭംഗിയൊക്കെയാണ് ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങ് അകലത്തായി കാണുന്ന കാഴ്ച ഇപ്പോൾ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ലുലു മോളിലോട്ടാണ് പോകുന്നത്. ട്രിവാൻഡ്രം ലുലു മോളിലോട്ടാണ് പോകുന്നത്. എന്താ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഒരു സംഗതി ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അതിനിടെ ഈ കൊച്ച് ഓവർടേക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ശരി, ഞങ്ങളിതാ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ കൂടുതലാവണമെങ്കിൽ നമ്മൾ പാർക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോവാം കേട്ടോ. ഞാൻ പോകുന്നുണ്ടേ. ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ നിങ്ങൾ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നറിയാൻ പറഞ്ഞു തരാം. പക്ഷേ ഞങ്ങൾക്ക് എവിടെയാണെന്ന് ഡൗട്ടായിരുന്നേ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണേ, അതെവിടെയാണ്. അവസാനം ഞങ്ങൾ വെളിയിലിറങ്ങി കേട്ടോ. ഓപ്പൺ സ്റ്റേജിലാണ് നടക്കുന്നത്. ലങ്ങായിട്ട് നിങ്ങൾക്കൊരു ബോർഡ് കാണാമല്ലോ, അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിൽ പെറ്റ് ഷോ നടക്കുന്നുണ്ട് ഗൈസ്. പെറ്റ് കാർണിവലാണ്. പെറ്റ് കാർണിവൽ എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. നമ്മുടെ 2, 3, 4 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇന്നലെ 2, ഇന്ന് 3, ഇനി നാളെ 1 ദിവസവും കൂടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവർ, ഇതിനെ കാണാൻ ആഗ്രഹമുള്ളവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അടിപൊളി സംഭവമാണ്. ഇതെങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതാ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ 2-3 പേരെ രൂപമൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഞങ്ങൾ മാച്ച് ഉണ്ടോ നോക്കുകയാണ്. ഞങ്ങൾ 500 രൂപയാണുള്ളത്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 150 രൂപയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അകത്ത് കയറിയപ്പോൾ ഇതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കണ്ടത് കുറേ കിളി, കൊക്ക്, കോഴി അതൊക്കെയായിരുന്നു. അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും പിന്നെ ഞങ്ങൾ കണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്യുന്നത് ഒരു ടീമിനെ കാണാനാണ്. അത് നമുക്ക് പോകുന്ന വഴി കാണാം കേട്ടോ. കുറേ മുയലുകളുണ്ടായിരുന്നേ. ഇവന്മാരൊക്കെ ഇല്ലിങ്ങനെ അടുങ്ങി കിടക്കുകയായിരുന്നേ. കുഞ്ഞു മുയലുകൾ. അങ്ങനെ അവന്മാരെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരുത്തവിടെ കൂട് പൊളിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെളുപ്പിൻ്റെ നിഴലാണെന്നേ തോന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവനെ കണ്ട. പക്ഷേ ഇവൻ ഭയങ്കര ക്യൂട്ടായിരുന്നേ. അങ്ങനെ ഞാൻ അവനെ കണ്ട. അത് കഴിഞ്ഞ് കുറേ കോഴി സെക്ഷൻ ഞാൻ അങ്ങോട്ട് പോകാറില്ല ഗെയ്സ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പൂച്ചയുടെ അടുത്ത വരിയായിരുന്നു. അടുത്തത് പൂച്ചയുടെ വരിയായിരുന്നു കേട്ടോ. ഇവന്മാർ ചത്താണ് കിടന്നുറങ്ങുന്നത് കണ്ടോ. അതെന്താണെന്ന് അവരോട് ചോദിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഉച്ചമയക്കത്തിലാണെന്നാണ് പറഞ്ഞത്. ബോധമല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുകയായിരുന്നു. എനിക്ക് വെപ്രാളമായിരുന്നു അതൊന്ന് കഴിഞ്ഞ് കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേവറേറ്റ് സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വലിയ വമ്പന്മാരൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു പപ്പീസിനെ ചെറിയ കൂടുകളിലാക്കിയിട്ടാണ് കിടത്തിയിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കതൊന്നും വായിക്കാനുള്ള ടൈമില്ലായിരുന്നേ. ഞാനിങ്ങനെ ഓടി നടക്കുകയായിരുന്നേ. എനിക്ക് ഒരെണ്ണത്തിനെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ട്. പക്ഷേ ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ജർമ്മൻ ഷെപ്പേർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ CID മൂസയിലെ BGM ഇടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നേ. കാരണം നമ്മുടെ അർജുനില്ലേ CID മൂസയിലെ, ജർമ്മൻ ഷെപ്പേർഡ് എപ്പോഴും അവനെ കാണുമ്പോൾ എപ്പോഴും അവനെയാണ് ഓർമ്മ വരുന്നത്. ഇതതിൻ്റെ കുഞ്ഞു ഷെപ്പേർഡ് കുട്ടികളാണ്. അവരെ ഇത്തിരി തൊട്ടപ്പോഴാണ് അതിൻ്റെ അമ്മ ഇവിടെ വന്ന് കിടന്ന് കറങ്ങുന്നത്. ആരാടാ എൻ്റെ കൊച്ചുങ്ങളെ തൊടുന്നത്? ഇത് കണ്ട എന്ത് തോന്നും? ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കുഞ്ഞുങ്ങളാണിത്. അങ്ങനെ ഒരെണ്ണത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. അയ്യോ എന്തൊരു ക്യൂട്ടായിരുന്നെന്നറിയാമോ. അവൻ്റെ നാക്കിൻ്റെ നീളം കണ്ടോ? അയ്യോ പാവം. വെള്ളം എന്നാണോ എന്തോ വിളിക്കുന്നത്. 4 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണത്തിന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇങ്ങനെ നല്ല പിതുപിതായിരിക്കും കേട്ടോ അവനെ തൊടുമ്പോൾ. അങ്ങനെ വീണ്ടും ഇത് നമ്മുടെ റിട്രീവർ, നമ്മുടെ റിംഗ് മാസ്റ്ററിലെ ഡയനെ പോലെ ഉണ്ടായിരുന്നേ. ഇവർ 2 പേരുണ്ടായിരുന്നേ. ഇവരെല്ലാവരുടെയും പേരും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഓണർ അവരുടെ അടുത്ത് കാണും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സെറ്റപ്പിലാണ് ഇവർ കിടക്കുന്നത്. അങ്ങനെ ഇവനെ എനിക്ക് തൊടാൻ ശരിക്കും പേടിയുണ്ടായിരുന്നേ. കാരണം ഇവൻ ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നേ. ഈ കാണുന്ന സൗന്ദര്യം ഉള്ളതുപോലെ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ. ഇവനെ തൊട്ടിട്ടൊന്നും ഇവൻ ഒരു തരത്തിലും മെരുങ്ങുന്നുണ്ടായിരുന്നില്ല. അതുമല്ല കൂടെ വൃത്തിയാക്കണോണ്ട് ഇവന്മാർ ഒതുങ്ങി നിൽക്കുകയായിരുന്നേ. അങ്ങനെ പിന്നെ വലുതായിട്ടൊന്നും
തൊട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇത് ചിലപ്പോൾ ഇതിൻ്റെ ആൾക്കാരായിരിക്കും, അതല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിനേഴ്സൊക്കെ ആയിരുന്നേ കൂടുതലുണ്ടായിരുന്നത്. നമുക്ക് ഡൗട്ട് ഉള്ളപ്പോഴൊക്കെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തത് ഇതാ കരടിക്കുട്ടിയെ പോലെ, ഹിമക്കരടിയെ പോലെ ഒരെണ്ണം കിടക്കുന്നതുണ്ടോ. പക്ഷേ ഇത് ക്യൂട്ട്നെസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആയില്ല അവനെ കണ്ടപ്പോൾ. അടുത്തത് ഹസ്കി കുട്ടന്മാർ, ഇവൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴാണ് ഒരു സൈഡ് ഈ രണ്ടെണ്ണം ഇരിക്കുന്നത് കണ്ടത്. ഇതാ ഒന്ന് ആ കൊറിയൻ നൂഡിൽസ് പോലെ കിടക്കുന്ന ഒരെണ്ണം കണ്ടോ. അതും പിന്നെ ഈ ഹസ്കി കുഞ്ഞിനെയാണ് കൊടുക്കാനിട്ടേക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതാ ലവനെ കൊടുക്കാനിട്ടേക്കുന്നതല്ല കേട്ടോ. ഇതാ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോഴില്ലേ കറുത്ത മാഗി നൂഡിൽസ് പോലെയാണ് തോന്നിയതെന്ന് വെച്ചാൽ ഭയങ്കര കുരുകുരാണ് അവൻ്റെ രോമമൊക്കെ ഇരുന്ന്. അവനാണോ അവളാണോ എന്തോ അങ്ങനെ. അവളെ ഞാൻ എടുക്കാൻ പോയപ്പോഴില്ലേ അവൻ നമ്മുടെ ഹസ്കിക്കുട്ടൻ സമ്മതിക്കുന്നില്ലായിരുന്നു. എന്നാലും എനിക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായിരുന്നു. ആ മൂക്കൊക്കെ കാണാൻ കണ്ടോ, മൂക്കില്ലേ വെപ്പ് മൂക്ക്, ഒരു സാധനം ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ട്. അതാണ് എൻ്റെ ചെവിയൊക്കെ നക്കണുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. എന്നിട്ട് അടുത്ത് അവനെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷെ അവൻ ഒരു തരത്തിൽ മെരുങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ഞാൻ അവനെ തൊട്ട് തലോടി പിടിച്ച് ഇങ്ങനെയൊക്കെ വലിച്ചു വാരി എടുത്തപ്പോഴും സഹകരണ മനോഭാവം അവന് വളരെ കുറവായിരുന്നു. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ വെച്ചിട്ട് പൊടി എന്നൊരു ഭാവമായിരുന്നു അവന്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. ഒത്തിരി ഇവരുടെ ആൾക്കാരുണ്ടായിരുന്നേ. അയ്യോ, എല്ലാവരെയും കൂടെ കണ്ടിട്ട് എനിക്കങ്ങ് കൊതിയായി. എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ തോന്നി കേട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു. അവനെ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ട അവനെ ഞാൻ എടുത്തേ. വലിയ സഹകരണമൊന്നുമില്ല. ഇവളെവിടെ നിന്ന് വന്നതെന്ന് പറഞ്ഞു എന്നൊരു ഭാവത്തിലായിരുന്നു അവൻ നിന്നത്. പക്ഷേ എനിക്കൊന്നൊരു പ്രശ്നമല്ല, ഞാനെടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇവന് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് പിഗ് ബുൾ. ഇതിന് ശരിക്കും ഞാൻ റെഡ് ബുൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നാണ് ഞാനത് പിഗ് ബുള്ളാണെന്ന് അറിയുന്നത് കേട്ടോ. അത് വലിയൊരു അറിവായിരുന്നേ. അതിൻ്റെ കുഞ്ഞ് പിഗ് ബുള്ള് കുട്ടിയുണ്ട് കേട്ടോ. ഇതിന് 30 ദിവസം പ്രായമായെന്നാണ് പറഞ്ഞത്. നമ്മൾ ചെന്നപ്പോൾ നമുക്ക് അവരിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. ഇത് കുറച്ച് അഗ്രസീവ് ആണെങ്കിലും കുറച്ച് ഹ്യൂമനായിട്ട് കുറച്ച് ഇളക്കമല്ലല്ലോ, ഇണക്കം ഉള്ള ടീംസ് ആണെന്നാണ് പറഞ്ഞത്. ഇവൻ്റെ അച്ഛനാണ് ഇതുപോലെ അവിടെ നിൽക്കുന്നത്. കണ്ടോ ഇവൻ മുരിങ്ങയൊക്കെ കാരണം പോലെ എൻ്റെ കൈ കാന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹസ്കിക്കുട്ടൻ്റെ വേറെ കളറാണേ, ചെമ്പൻ കളറ്. പക്ഷേ എനിക്ക് കറുപ്പ് തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണെന്ന് പറയണേ. പിന്നെ ഇവൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവൻ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴേ വാല് കാട്ടിക്കൊണ്ട് കണ്ടോ, വാല് കിടന്നാടുന്ന കണ്ടോ, വാല് കാട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ. ബാക്കി എല്ലാവരും ജാട കാണിച്ചു നിന്നെങ്കിലും ഇവ ഇങ്ങോട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞതാ നമ്മുടെ സിൽക്കി ബെല്ല ടൈപ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇവനും ബുൾ ടൈപ്പ് ഏതോ ആണ്, അറിഞ്ഞുകൂടാ ഏതാണ്. ഇത് കണ്ടോ, ഇവൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇത് നമ്മുടെ ടോബി അല്ലേ, റിംഗ് മാസ്റ്ററിലെ ടോബി. ഇവൻ്റെ പേര് സെയിൻറ്റ് എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. പക്ഷേ ടോബിയുടെ അത്രയും ചന്തമൊന്നുമില്ല, കാരണം ഇവൻ കുഞ്ഞാണ്. ഇവൻ 6 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറേ കൂടെ അങ്ങ് തീരാറായി. ലാസ്റ്റ് ചെന്നപ്പോഴത്തേക്കും ഇതുപോലെ ചില കൂടുകളൊക്കെ ഒഴിഞ്ഞു കിടന്നു. ഇത് ചില കൂടുകളിലൊക്കെ ആൾക്കാരുണ്ട്. 2 എണ്ണത്തിൽപ്പെട്ടവന്മാരെയൊക്കെ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഇവന്മാർ ചിലപ്പോൾ അടി കൂടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ പറഞ്ഞത് അടി കൂടാത്ത അക്രമവാസന ഇല്ലാത്തതിനെയൊക്കെ ഒരുമിച്ചിടുമെന്നാണ്. കണ്ടോ, അവന്മാർക്ക് 2 ഒരു അഹങ്കാരവും ഇല്ല, ഒരുമിച്ചാണ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഷിറ്റ്സും. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ, ഞാനിവിടെ സെയിം പോലെയില്ലേ. ഇതുണ്ടായിരുന്നേ. ഇവർ ഭയങ്കര കാമാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. ഇതുപോലത്തെ ഒരു ഇനമാണ് നമ്മുടെ സിൽക്കിയും. അതിൻ്റെ പപ്പിയാണ്. ഇത് 10K ആണ് അതിൻ്റെ വില പറഞ്ഞത്. പിന്നെ അല്ലാതെ കുറച്ച് കിറ്റൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. അവനില്ലേ നോക്ക്, ഇവനാണോ അവളാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ, ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊക്കെ കണ്ടപ്പം എങ്ങാനും പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഒരെണ്ണത്തിനടുത്ത് പോക്കറ്റിലെങ്കിലും ഇട്ടുകൊണ്ട് വന്നതിനെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എടുത്തതിനൊക്കെ അവിടെ കളഞ്ഞിട്ട് വരാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൂടുതൽ ഞാൻ എല്ലാത്തിനെയും വാരിയിട്ടുകൊണ്ട് വന്നേനെ. അങ്ങനെ അടുത്തത് കണ്ടോ, അയ്യോ ഭയങ്കര ക്യൂട്ടല്ലേ, ഭയങ്കര പിതുപിതായിരിക്കുമോ ഇതിനെയൊക്കെ തൊടുമ്പോൾ. അവൻ
അവസാനം എൻ്റെ അടുത്തപ്പോൾ ആ കൊച്ചിൻ്റെ നിന്ന് ഞാൻ അവനെ വാങ്ങിച്ചപ്പോഴില്ലേ അവൻ അവളുടെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അവൻ അവളുടെ ആളായി കേട്ടോ. അത് കഴിഞ്ഞാൽ കുറേ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമുക്കൊരു ഒരു 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 ലക്കി വിൻ കോൺടെസ്റ്റ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നേ. അതിൻ്റെ അകത്തുനിന്ന് ഒരു ലോട്ട് എടുക്കണം. ഞാൻ ലോട്ട് എടുത്തപ്പോൾ കിട്ടിയത് കുറച്ച് വെറ്റ് ഫുഡും ടോയ്സും ആണ്. അതായത് അവരുടെ പെറ്റ് ഷോപ്പിൽ നിന്ന് വെറ്റ് ഫുഡും ടോയ്സും വാങ്ങുമ്പോൾ നമുക്ക് 50% ഓഫർ. കഴക്കൂട്ടത്ത് എവിടെയാണ് കേട്ടോ അവരുടെ ഷോപ്പ് വരുന്നത്. അങ്ങനെ കാർഡൊക്കെ മേടിച്ച് നമ്മൾ വന്നേ. ഇതാണ് സംഭവം. അങ്ങനെ കാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പാമ്പിനെ എടുത്തുകൊണ്ട് വന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയേ. അയ്യോ, അങ്ങനെ ഞാൻ കൈകാലമൊക്കെ പിടിച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് പേടിയായിരുന്നേ. പേടിയെന്ന് പറഞ്ഞാൽ പേടി പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ പേടിയാണെങ്കിലും. ആദ്യം ഒന്ന് ഞാൻ അറച്ചെങ്കിലും പിന്നെ ഞാൻ എടുത്തത് കയ്യിൽ മോതിരം പോലെ ഞാൻ എടുക്കുന്നുണ്ട്. ഇതേതോ ഒരു പെരുമ്പാമ്പ് വർഗത്തിൽപ്പെട്ട എന്തോ ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. തല കണ്ടോ ചേരത്തല പോലെ കുട്ടിത്തല. പക്ഷേ എടുത്തപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നേ. ഇതിനെടുക്കാമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കൊരു രസം തോന്നി ഇതിനെടുത്തപ്പോൾ. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ആരും ഒന്നും എടുക്കാനൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും കുറേയൊക്കെ മുമ്പോട്ട് വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ടേ എന്ന് പറഞ്ഞത് ഒരാൾ നിൽപ്പുണ്ടേ. ശരിക്കും നമ്മുടെ സിൽക്കിയുടെ ഡിറ്റോ പോലെ ഉണ്ടായിരുന്നേ. ഇത് ഏകദേശം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ സിൽക്കിയും. പിന്നെ കുറച്ചുകൂടെ അവൾ കുറച്ചുകൂടെ പൊക്കമുണ്ട്, കുറച്ചുകൂടെ രോമമൊക്കെ കുറച്ച് വ്യത്യാസമാണ്. അടുത്തത് കുഞ്ഞു കുട്ടികളെ കൂട്ടിലോട്ടാണ് നമ്മൾ വന്നത്. ഇവ എന്തിനാണെന്നറിയാമോ ഈ മഹാൻ ചെയ്യുന്നത്? സ്വന്തം കൂടപ്പുറപ്പിൻ്റെ വാലാണ് ഇവൻ കടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളവിടെ കൈയിട്ട് നോക്കണത്. അയ്യോ, ഭയങ്കര രസമായിരുന്നേ. താഴെ കുറേ ഹസ്കി കുട്ടന്മാരുണ്ട്. ഇവന്മാർ കണ്ടോ കണ്ടോ വയലറ്റ് കളർ, ഒരു കടൽ പോലെയുണ്ട് ഇവൻ്റെ കണ്ണൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതിനെ വിളിക്കുന്നത് ഓന്തെന്നാണ്. എനിക്കിതിനെ എടുക്കാൻ തോന്നി കേട്ടോ. സംഭവം ഇവിടെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത് എന്ത് അബദ്ധമാണെന്ന് പിന്നീട് പറഞ്ഞു തരാമേ. ആദ്യം നമുക്ക് ഇവനെ എടുക്കുന്നത് കാണാം. ആ ചേട്ടൻ എടുത്ത് എനിക്ക് അവനെ തന്നു കേട്ടോ. ഇവനാണെങ്കിലേ എൻ്റെ തലമുടിയൊക്കെ അങ്ങ് കുളമാക്കി കളഞ്ഞ്. പിന്നെ ഞാൻ പാവമല്ലേന്ന് കരുതി ആ ചേട്ടൻ പറഞ്ഞ് അവൻ്റെ തലയിൽ ഇങ്ങനെ തടവി കൊടുത്താൽ മതി, അവ ഒന്നും ചെയ്യാതിരിക്കുമെന്നേ. അടുത്ത് രണ്ടാമത് എടുത്തു വന്നതില്ലേ ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കേണ്ടി വന്നേ. ഇതെന്തോ ഒരു മങ്കിക്കുഞ്ഞാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവനെ ക്ലിയറായിട്ട് കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടില്ല, അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് പോയത് മെക്കാവൂസ് ഉണ്ടായിരുന്നേ കുറച്ച്. അതിനെ എടുക്കണമെന്ന് വിചാരിച്ചേ. അങ്ങനെ അതിനെ എടുത്ത് തന്നെ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഗൈസ് അറിയുന്നത് ഇതിന് ഓരോ സെൽഫിക്ക് 100 രൂപ വെച്ച് കൊടുക്കണമെന്ന് ഈ ഓരോ എണ്ണത്തിന് എടുക്കുന്നതിന്. ശരിക്കും പറഞ്ഞാൽ അവർ ഞങ്ങളുടെ അടുത്ത് ആദ്യം ഇത് പറഞ്ഞില്ല. അതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ആദ്യം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞേ. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി. പക്ഷേ അറിഞ്ഞുകൂടായിരുന്നേ ആദ്യം പൈസ കൊടുക്കണമെന്ന്. അതുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത എൻ്റെ സെക്ഷനിൽ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഈ മിഠായി ഓർമ്മയുണ്ട്, ബീഡി മിഠായി. പണ്ട് നഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ വാങ്ങിച്ച് തിന്നുമായിരുന്നു. ബീഡി പോലെ വലിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. ഒരു ഐസ്ക്രീം ഒഴിച്ച് ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഒരു ഐസ്ക്രീം കുടിച്ചേ. ഇത് കരിക്കിൻ്റെ ഐസ്ക്രീമാണ്. അത് ആദ്യത്തെ സ്കൂപ്പ് എടുത്തിട്ട് അടുത്ത സ്കൂപ്പ് ആക്കുച്ചു തറയിട്ട് കളഞ്ഞു കേട്ടോ. അങ്ങനെ അതും കുടിക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയോയിൽ വന്നേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. അല്ല, വീഡിയോ എടുക്കാനാണ് വന്നത്. പുതിയ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾ അറിയിക്കണ്ടേ. ഞങ്ങൾ ചുമ്മാ അവിടെ സ്റ്റുഡിയോ കണ്ടപ്പോൾ കയറിയെന്നേ ഉള്ളേ. 199 രൂപയ്ക്ക് കുറച്ച് ടീഷർട്ടൊക്കെ കണ്ടു. പിന്നെ 299, 399 ചെരുപ്പുകളൊക്കെ കണ്ടു. ഇത് ഞാനും ആ കൊച്ചുകൂടെ ബെറ്റ് വെച്ചതാണ്. ആ കൊച്ചു പറഞ്ഞത് പാവാടയാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കരടിക്കുട്ടനെ കണ്ടു കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഞങ്ങൾ മന്തി കഴിച്ചു. അവിടെ വെട്ടം കുറവായിരുന്നുകൊണ്ട് ഇങ്ങനെ കിട്ടിയുള്ളൂ കേട്ടോ വീഡിയോ. മന്തി കഴിച്ചു, നല്ലതായിരുന്നു. അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങ് വീട്ടിൽ വന്നു. ഇത്രയും